ഈ കാണുന്ന മീനിൻ്റെ മുകളിൽ കാണുന്ന ഈ പച്ച കളറിൻ്റെ പിന്നിലിതാ ഈ കാണുന്ന പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ പൊടി തന്നെയാണ് ഈ റെസിപ്പിയിലെ താരം. വേറെ ഒന്നുമില്ല, കുറച്ച് പെരിഞ്ചീരകവും കുരുമുളകും എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് പൊടിക്കുക കേട്ടോ. കുറച്ച് ഉപ്പും ചേർത്ത് പൊടിച്ചാൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ മീനിൻ്റെ കൂടെയൊക്കെ ചേർക്കുമ്പോൾ ഉപ്പങ്ങ് ചേർത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ പൊടിച്ച് കഴിഞ്ഞാൽ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആദ്യമേ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങയുടെ നീര്, ഉപ്പ് ഇനിയും വേണം തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പൊടിയുടെ കൂടെ ഇടുകയാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ച ആ പൊടിയും കൂടെ ചേർത്ത് നല്ല പേസ്റ്റാക്കി ഇതുപോലെ അരച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മീനിനെടുത്ത് ഫേഷ്യൽ ചെയ്യിപ്പിക്കാനുള്ള സമയമായിട്ടോ. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് അങ്ങോട്ട് അരച്ചതെല്ലാം തേച്ച് കൊടുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടപ്പോൾ എടുത്തിട്ട് അങ്ങ് ഉപയോഗിക്കാം. അങ്ങനെ വെക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനി ഇത് ഓരോന്നെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർത്തിട്ടേ ഇല്ല, കുരുമുളകിൻ്റെ ആ ഒരു എരിവ് മാത്രമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചുമപ്പ് നിറം ചേർക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു മുളക് പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് ഏത് മീനിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം. സംഭവം കിടു ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു പൊടി നമ്മൾ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴും നമുക്ക് അതങ്ങ് എടുത്തങ്ങ് പ്രയോഗിക്കാം കേട്ടോ. അതാണ് പിന്നെ അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കൂ കേട്ടോ, ഉണ്ടാക്കിയതിന് ശേഷം.